പഠിക്കാനാ പോലീസുകാരപ്പ ഇത് ഒപ്പിട്ടെ എന്ന് പറയും. അവരുടെ അക്ഷരത്തിനകത്ത് ആർക്കും വായിക്കാനും പറ്റില്ല, ഒരു പ്രത്യേക രീതി എഴുതി തരികയും. ഇത് സാധാ ഇപ്പൊ LLB പഠിച്ച എനിക്ക് പോലും ഇത്തരം കാര്യങ്ങളിൽ വേണ്ട രീതി ക്ലാരിറ്റി ഇല്ല. കാര്യം പ്രാക്ടീസോ സാധനവും നിൽക്കുന്നതല്ല. അപ്പൊ അത്യാവശ്യ സമൂഹത്തിൽ അറിയപ്പെടുന്നതും മാധ്യമങ്ങളിൽ നിൽക്കുന്നതുമായ എനിക്കോ ഭാര്യയ്ക്കോ അടക്കം ഈ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി എന്നെ കമ്മീഷൻ ഓഫീസിലേക്കാണ് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ്? കമ്മീഷൻ ഓഫീസർ ഫ്രണ്ട് മാധ്യമങ്ങളുണ്ട്, അവരെ കാണണ്ട, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ കോളേജിൽ പോവാം. അപ്പൊ എനിക്കിതിൽ പഠിച്ച സാറിന്റെ അത്രയും നിയമപരിജ്ഞാനമില്ല. ഞാൻ അതിലെ പ്രായോഗിക ആംഗിൾ കാണുന്നത്, മാധ്യമങ്ങൾ ചോദ്യം ചെയ്താൽ പോലീസുകാര് പലപ്പോഴും ഈ കള്ളത്തരം ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങും. മീഡിയക്കാര് നെഗറ്റീവ്ലി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് കണ്ടാൽ പോലീസുകാർ പലതിൽ നിന്നും പിൻവാങ്ങും. പലപ്പോഴും മീഡിയക്കാർ കൈയടിക്കുന്നതും പോലീസുകാർ ഈ ചെയ്യുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും കണ്ടിട്ടാണ് അവർ ഈ കാര്യങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്നത്. പോലീസുകാർക്ക് മേളിൽ നിന്ന് ഡയറക്ഷൻ കിട്ടുന്നതായിരിക്കും, സംശയമൊന്നുമില്ല. പോലീസുകാർക്ക് മേളിൽ നിന്ന് ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്ത് ഇലക്ഷന്റെ സമയത്താണ്, അപ്പൊ അത്തരം ഡിറക്ഷൻസ് കിട്ടിക്കാണും. പക്ഷേ നമ്മുടെ നാട്ടിലൊരു സെൻസ് ഓഫ് ജസ്റ്റിസ് എങ്കിലും വേണമെങ്കിൽ ഇത് വളരെ ആവശ്യമാണ്. പൊതുജനങ്ങളും മാധ്യമങ്ങളും ഇതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് ആയിട്ട്, പ്രതിരോധമായിട്ട്, പുഷ് ബാക്ക് ആയിട്ട് നിലനിന്നില്ലെങ്കിൽ പോലീസുകാർ വീണ്ടും അവരുടെ കാര്യം, ഇനി ഞാൻ പോലീസായിട്ടിരുന്നാലും അത് ചെയ്യരുതെന്നുള്ളതാണ്. മേളിൽ നിന്ന് ഉത്തരവ് വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ ചെയ്യും. ശ്രീ ദിലീപിന്റെ കേസിലടക്കം നേരത്തെ പറഞ്ഞ പോലെ വ്യാജ ഫോട്ടോഷോപ്പ് വരെ ഉണ്ടാക്കി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി എയുടെ കാലമല്ലേ? ഈ എയുടെ കാലത്ത് എന്ത് രീതിയിലുള്ള സാധനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനൊരു സാധനം കിട്ടി എന്ന് പറഞ്ഞ ആൾക്കാരെ കൊടുക്കാൻ തുടങ്ങിയതിന് അവസാനം ഉണ്ടാവും. അതുകൊണ്ട് മീഡിയക്കാരോടുള്ള താഴ്മയായ റിക്വസ്റ്റ്, ഞങ്ങളാൽ കഴിയുന്ന, ഇപ്പം നമ്മളെക്കാട്ടൊക്കെ ഒരുപാട് സീനിയറാണ് ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരിതെല്ലാം ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടല്ല, ഈ നാട്ടിൽ നീതിയും സത്യവും നിലനിൽക്കണമെന്ന് ഉദ്ദേശിച്ചാണ്. അതുകൊണ്ടാണ് 18 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലും 16 ദിവസം രാഹുൽ ഈശ്വറും ഒക്കെ ഒരു കാര്യമില്ലാതെ കിടക്കേണ്ടി വരുന്നത്. എന്നിട്ട് ഞാൻ സാറിനോട് ചോദിക്കണമെന്നുണ്ട്, പ്രോസിക്യൂട്ടർ കോടതിയിൽ കയറി പച്ചക്കള്ളം പറയാൻ, എനിക്ക് പോലീസ് റിപ്പോർട്ട് തന്നില്ല എന്നൊക്കെ പച്ചക്കള്ളം പറയുകയാണ്. പോലീസുകാർക്ക് പോലും ദേഷ്യം വന്നു. എന്റെ കൂടെ നിൽക്കുന്ന പോലീസുകാർക്ക് അവർ രാവിലെ റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുന്നത് എന്നെ ഇവിടെ വിടുന്നതിന് മുമ്പ് റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുക. എന്നാ 4 ദിവസം കൂടെ കിടക്കട്ടെ, അതായത് വേറത്തെ 2-3 ദിവസം കൂടെ ജയിലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് കോടതി. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാലേ കോടതിയിൽ എങ്ങനെ കള്ളം പറയും പോലീസുകാരും പ്രോസിക്യൂട്ടറും എന്ന് അറിയാനുള്ള പക്വത ഉണ്ടായില്ല. അതാണ് സത്യം. എനിക്ക് അത്രയും അറിയാനുള്ള പക്വതയും വിവരവും അനുഭവജ്ഞാനം ഉണ്ടായില്ല. അപ്പൊ എനിക്കിത് കാണുമ്പോൾ അത്ഭുതമാണ്. കോടതിയിൽ നമ്മൾ എങ്ങനെ കള്ളം പറയുമോ? സത്യം 2 ഭാഗവും പറഞ്ഞിട്ട് ആ സത്യത്തിനെ ബേസ് ചെയ്തൊരു വാദം ഉന്നയിക്കും. ഇതാണ് ഞാൻ ധരിച്ചിരുന്നത്. ഒരു മടിയും മയവും നാണവും ഇല്ലാതെ പ്രോസിക്യൂട്ടറും പോലീസുകാർക്കും കോടതി കള്ളം പറയുന്നത് മീഡിയക്കാർ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് നിരപരാധികൾ ഇതേപോലെ പെട്ടുപോകും. അതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് വേണം. അവിടെയാണ് നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ അടക്കമുള്ള സാറടക്കം ഇവരെല്ലാം നമ്മൾ കണ്ടിരുന്നു. ഇവരെല്ലാം ഫൈറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു ലാർജർ കോസിന് വേണ്ടിയാണ്. അതിനെ പിന്തുണയ്ക്കണമെന്ന് മാധ്യമങ്ങളോട് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് പ്രധാനമന്ത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ വിധിന്യായമുണ്ട്, അത് ശ്രദ്ധിക്കണം. വരുമ്പോഴെങ്കിലും ഈ എല്ലാരെയും അതും ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എല്ലാരെയും അതിജീവിത എന്ന് വിളിക്കരുത്. നാളെ ശരിക്കുള്ള അതിജീവിതകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. എല്ലാരെയും, അതായത് ഈ കൊടുക്കുന്ന എല്ലാരെയും നിങ്ങൾ അതിജീവിത എന്ന് വിളിച്ചാൽ ശരിക്കുമുള്ള അതിജീവിതകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ? നാളെ ആ പദത്തിനൊരു സാങ്ക്ടിറ്റി, പവിത്രതയുണ്ട്. കാര്യം നെഗറ്റീവ് എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഉണ്ടായി അതിനെ മറികടന്ന വ്യക്തിയാണല്ലോ അതിജീവിത എന്ന് വിളിക്കുന്നത്. ആ പദത്തിന്റെ മൂല്യം ഇല്ലാതാക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ 1ാമത്തെ പരാതിക്കാരി 3ാമത്തെ പരാതിക്കാരി 2 പേരും വിവാഹിതരാണ്. ഇന്നലത്തെ സുപ്രീം കോടതി വിധിന്യായം അതിലടക്കം കാര്യമായി ബാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിലെ ആദ്യ പരാതിക്കാരിയും 3ാമത്തെ പരാതിക്കാരിയും വിവാഹിതരാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ് പോലും നിലനിൽക്കില്ല. പരാതി കൊടുക്കാൻ പോലും സ്പേസ് ഇല്ലെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഞാൻ ഇവരോട് ഒരു റിക്വസ്റ്റ് കൂടെ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്കറിയില്ല അതിന്റെ പ്രായോഗികത, സാറടക്കമുള്ളവർ ചിന്തിക്കട്ടെ. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലുണ്ടെന്ന് പറയും. ഈ പരാതി കൊടുക്കുന്നവനും ആരോപിതനും നുണ പരിശോധന പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, പോളിഗ്രാഫ് പോലെ, ലൈ ഡിറ്റക്ടർ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ പോസിബിൾ ആണോ? സാധാരണ ബുദ്ധി എന്ന് പറയുന്നതാണ്, നിയമത്തിന്റെ ഇതിൽ നിന്നല്ല. കാര്യം അങ്ങനെ ആവുമ്പോൾ പല ആൾക്കാരും പരാതി കൊടുക്കാൻ, വ്യാജ പരാതി കൊടുക്കാനൊന്നും മടിക്കും. അതായത് രാഹുൽ ഈശ്വറിനെതിരെ പറയാം, എനിക്കെതിരെ നാളെ ഞാൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പെൺകുട്ടി പറയുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിക്കണം. ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ആയിട്ട് മാത്രം പറയുന്നേ ഉള്ളൂ.